ഹലോ ഗായ്സ്, കിങ് ഓഫ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പാർട്ട് 3 കളിക്കാൻ പോകുന്നത്. നമുക്ക് കളിക്കാം. ഇത് വേറെ ലൊക്കേഷൻ ആവട്ടെ ഗൈസ്. വേറെ ലൊക്കേഷൻ ആവും. നമ്മളെ കഥ തീരണമെങ്കിൽ ഇത് നോക്കാം. ഓ, ഇത് ഈ ലൊക്കേഷനാണ്. ഇങ്ങനത്തെ ലൊക്കേഷൻ ഉണ്ടോ ഗൈസ്? തേങ്ങ അറിയത് വലിയ സ്ഥലമാണ്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാ ഗൈസ്. നമുക്ക് നോക്കാം. എന്താ ലോക്ക് പിക്കാവും. ലോക്ക് വിത്തേക്ക് ലോക്കിൻ്റെ വിത്തേക്ക് ആട്ടോ ഗൈസ്. നമുക്ക് അടക്കാൻ പറ്റുമോ? അടക്കാനും പറ്റും. കിടന്നൊക്കെ നായി കടിക്കൂല. നമ്മളെ കടിക്കും ചെയ്യും, കുരക്കും ചെയ്യും. ഇപ്പം എന്താ കാട്ടുക നമ്മള്? ഇതെന്താ ആഡ്സിൻ്റെ ഹാൻഡിലാണ്. അതെന്താ ബോക്സ് ചെസ്റ്റ് കീ ആണ്. എന്തിനും ഉണ്ടോ നമ്മളെ കൂക്കിയ കാക്ക ഓടിട്ടത് കൊണ്ട് ഇല്ല. ഞാൻ അതൊന്ന് സാധനം നിറയെ നോക്കിക്കേ. ഇപ്പം എന്ത് കീയ കിട്ടിയ നമുക്ക്? എന്ത് കീ നമുക്ക് കിട്ടിയല്ലോ? എന്തോ കീ കിട്ടി നമുക്ക്. നമ്മൾ സൗണ്ട് കുറച്ച് വെച്ചിരുന്നു. നമ്മളെ ആളെ സ്കിന്നൊക്കെ നമ്മൾ ജസ്റ്റ് മാറ്റി. ആളെ സ്കിന്ന് തല ഉണ്ടാവും. കാക്കന്നെ മര്യാദക്കിട്ട് അത് ഇയാളെ സ്കിന്ന് മാറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാൻ മറന്നത്. അങ്ങനെ തന്നെ ഇത് ആൾക്ക് ആ മതിൽ ചാടിയ രക്ഷപ്പെട്ടൂടെ? ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്തിനാ? ഈ പണ്ട പോലെ ഇതിൻ്റെ കീഴാവാൻ സാധ്യതയുണ്ട്. ലോക്ക് ഇട്ടേക്ക് അതിക്ക് വേറെ കീയാണ്. ഞാൻ അതിൻ്റെ കീയാണ്. അപ്പം എന്തോ റോപ്പായിട്ട് എന്തോ കളി ഉണ്ടാവും. ഇത് ലോക്കഡ്. ഇതെന്താണ്? ഷെൽട്ടർ ക്ലോസ്ഡാ. എന്താ തുറന്ന ബെല്ലറ്റ് തോന്നുന്നുണ്ടോ? ഇങ്ങനെ സാധനം വെച്ചിവിടെ. ഈ വയറ് നേരെ ഇങ്ങോട്ടൊന്ന് തിക്കല്ലേ. എന്താ ചെയ്തിട്ട് നീ കീ ഇതിൻ്റെ ആവുമോ? നീ കീ അതിൻ്റെ ആവാൻ സാധ്യതയുണ്ട് ഗൈസ്. നമുക്ക് അല്ലേ അതിൻ്റെയാണ്. ഇതിൻ്റെ അല്ല. അയ്യോ, നൈഫ് അറസ്റ്റ് നൈഫ്. ഒന്നും എന്തെങ്കിലും ചെയ്തെത്തിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പമില്ല. നായ്ക്ക് തീരെ ബുദ്ധിയേ. നമ്മൾ നടക്കണൊരു കുരക്കില്ല. എന്തെങ്കിലും സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ കുരക്കില്ല. കണ്ണില്ല, ചെവി ഉണ്ട് കൊണ്ട് അല്ലേ നായ്ക്കില്ല ഗൈസ്. ഇതെന്ത് ചെയ്ത് കാട്ടിക്ക അവിടെ ഒന്ന് ഇയ്യങ്ങായി. ഞാൻ അങ്ങടെ പോയിട്ടാ. ഞാൻ അങ്ങടെ പോയിട്ടില്ല. കത്തിട്ട് ഓനെ കുത്തിക്കൊന്നാലോ? നൈഫ് ഇട്ട് ഓനെ കുത്തിക്കൊന്നാലോ? അല്ല, അങ്ങനെ പറ്റുകയാണെങ്കിൽ അത് രസം ഉണ്ടാവും. ഇതിപ്പോ തുറന്ന് എന്തോ കിട്ടിയല്ലേക്ക്. ആ നൈഫ് ഇതിനാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഈ സാധനം പൊട്ടിക്കാൻ വേണ്ടി നോക്കിയത്. ഈ സാധനം ഈ കമ്പി ഉണ്ടാ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ അത് തുറന്നു. ലക്കില്ലേ. ഇതൊന്നും ഈ ആൻറ്റി ഇതിൻ്റെ സാധ്യതയുണ്ട്. ഓഫ് കഴിഞ്ഞാൽ അലാറം അടിക്കുമോ? അലാറം അടിക്കില്ല വേണ്ടിട്ട് ഗൈസ്.
ഇവിടെ ഉണ്ടാവുന്നില്ല. ഇതെന്താ ഹൈഡ് ചെയ്യുന്ന സ്ഥലമാണ് തോന്നി. ഹൈഡ് ചെയ്യാൻ സ്ഥലമേ. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, എന്നിട്ട് കയറണം. എന്താ ഇരുട്ടാലൊരു തേങ്ങ കാണാൻ. എന്ത് ഇരുട്ട് ഇത്ര തെങ്ങിയും കാണുന്നുണ്ട്. ഒരു തേങ്ങയും കാണാനില്ല, സാധനം കാണാനില്ല. ചിലപ്പോൾ അവിടെ ഇവിടെ ട്രാപ്പ് ചെല്ലാൻ പോകും. അതിപ്പോൾ എന്ത് കാട്ടുക? അവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. എന്താ നിനക്കകത്ത് നിങ്ങൾ ബൾബിയെ പിന്നെന്ത് ഇവിടെ ബൾബിൽ എടുക്കാൻ പറ്റുമോ? എൻ്റെ ബൾബായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി മാല ബൾബ് എടുക്കാൻ പറ്റുമോ? മാല ബൾബ് വരച്ചതാണ്. ചിലപ്പോൾ ഈ മാല ബൾബ് എടുക്കാനാവും. അത് എടുക്കാൻ പറ്റില്ല. സ്റ്റീൽ നൈഫിൽ എടുക്കാൻ പറ്റിയിരുന്നു. ഗൈസ് ഇതൊരു സ്കിന്നല്ലേ? ഇത് നമുക്ക് വേണ്ട സ്കിന്ന്. ഈ സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല ഗൈസ്. ഇത് നമ്മൾ ആദ്യത്തെ കളിയിൽ രക്ഷപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഇത് രണ്ടും അറ്റാച്ച്ഡ് ആണല്ലേ ഗൈസ്? ഇത് രണ്ടും അറ്റാച്ച്ഡ് ആണ്. നമ്മളതിനായിട്ട് ബൾബ് ഉണ്ടോ? ബൾബ് എടുക്കാൻ പറ്റും അങ്ങനെ? ഔട്ട് ഓഫ് റീച്ചാ. ഇപ്പം എങ്ങനെ എടുക്കും ബൾബ്? ഇപ്പം എങ്ങനെ എടുക്കാം? എന്തെങ്കിലും കയറിക്കേണ്ടി വരുമോ? പക്ഷെ നീക്കൊക്കാൻ പറ്റുമോ? ഇപ്പം എന്ത് കാട്ടും? സോ ഗായ്സ്, ഞാൻ ആ സാധനം കുറേ നോക്കിയിട്ട് പിന്നെ മനസ്സിലായി. ഞാൻ ഈ യൂട്യൂബിൽ നോക്കിയപ്പോൾ മനസ്സിലായത് ഈ ചെയറുണ്ടാ, ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ചെയർ എടുത്തിട്ട് ഇവിടെ ഒരു എക്സ് മാർക്ക് ഉണ്ടോ, ഇവിടെ ഇങ്ങനെ വെക്കുക. ഈ ബൾബ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് ലൈറ്റ് ബൾബ് എടുക്കേണ്ടി വരിക. എനിക്ക് അസൽ അവിടെ തന്നെ വെക്കണം. ഇനി കണ്ടിട്ടെങ്കിൽ ഇയാൾ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇനി ഈ ബൾബ് ഇവിടെ വെക്കണം. ഈ സ്ഥലത്ത് ഇവിടെ ഈ ഭാഗത്ത് വെക്കണം. ഉണ്ടാ ഇവിടെ ഉണ്ടോ, അവിടെ വെക്കണം. ഇനി ഇത് ഓണാക്കണം. അങ്ങനെ ഞാൻ നെറ്റിൽ നോക്കിയപ്പോഴാണ് കണ്ടത്. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ട്. മറ്റേ സ്റ്റോർ റൂമായിരിക്കും ഉള്ളത്. റൂമാതിരി എന്താ ഷൂട്ട് കേസാ. ഈ തൊപ്പിയൊക്കെ എടുക്കാൻ പറ്റും നമുക്ക്. എന്താ കാസറ്റ് പ്ലെയർ. ഇത് തുറക്കാൻ പറ്റും. എന്താ വ്രഞ്ച. എന്താ കഥയൊക്കെ കാണുക. എന്തൊക്കെ കഥയൊക്കെ എത്തിച്ചിങ്ങനെ. അയ്യോ ട്രാപ്പ് ഇവിടെ പെട്ടി. നമ്മൾ എന്തിട്ട് തുറക്കാൻ പറ്റും. ഇത് എലവേറ്റർ മോട്ടർ. വേറെ പണിയൊന്നും ഞാൻ ഈ ഫ്രഞ്ച് കളിക്കാൻ മനസ്സിലായി. നമ്മൾ നോക്കുമ്പോൾ ഈ ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ സാധനം കണ്ടിട്ടുണ്ട. ഒരു കീയാണ്. അവിടെ ബോൾട്ട് അയക്കാനുള്ളതാണ്. ഈ ബോൾട്ട് തന്നെ അയക്കാം. ചില കണ്ടിരുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു നോക്കുന്നത്. അങ്ങോട്ടേക്കാൻ പറ്റുമോ? ഇതിനാവോ? ആദ്യം ലൈറ്റ്. ഈ ഫ്രിഡ്ജിൻ്റെ എവിടെയെങ്കിലും കണ്ടിക്കണം. മീറ്റ് ഇതെടുക്കാൻ പറ്റുമോ? അയ്യോ സോസേജ് കഴിച്ചു. ആളെടുത്ത സോസേജ് ആവും നമ്മളിന്ന്. അടിപൊളി. ഇതല്ല നമ്മൾ അതാ റൂമല്ലേ? ഏതോ ഷെൽഫ് തുറക്ക് എന്ത് കെട്ടിച്ചുള്ള തേങ്ങ. എന്താ ലൈറ്റൊക്കെ ഇടാൻ പറ്റില്ല. തേങ്ങ.
ഇതെന്ത് 2 എന്നുള്ള എഴുത്തുണ്ടോ? എന്തോ ഒരു കോഡ് വരുന്നുണ്ടല്ലോ. അവിടെ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ട ഒരു 2 എന്ന് പറഞ്ഞൊരു എഴുത്ത്. 2 തോടെ എഴുതികളല്ലോ. എന്തോ ഉണ്ടല്ലോ അവിടെ. ഇത് മറ്റേ റൂമല്ലേ ഗൈസ്? ആ ഓട്ട ഉണ്ടോ? ഒരു ഓട്ട ഉണ്ടോ? ഈ ഓട്ട നമ്മളെ ഇത് ആ സെല്ലിത്തുള്ളതാണ്. നമുക്ക് ആ സെല്ല് കൂടി നോക്കി നോക്കിയാലോ. ഇതാണ് കൂടുതൽ 241 കോഡ്. ഇപ്പം എന്താ ഈ കോഡ് ചെസ്റ്റിൻ്റെ കോഡാ. 241 ചെസ്റ്റിൻ്റെ കോഡാൻ സാധ്യതയുണ്ട്. 241 അതൊന്നും എന്താ ലൂബ്രിക്കാൻ്റാ. ലൂബ്രിക്കാൻ്റ് എന്താണ്? എന്താ കോഴിക്കൂടാ? എന്തുണ്ടായി? ഇതിൽ ഉപയോഗിക്കണ്ടേന്ന് എന്താ ചാമിരിയൊക്കെ ഉണ്ടാവും. എന്താ നിപ്പിളാ? നിപ്പിള് പറഞ്ഞ സാധനം കിട്ടില്ല. എന്താ സാധനം? ഈ ലൈറ്റ് ഓഫ് ആക്കി. നിപ്പിൾ ഇതിൻ്റെതാണ്. അയ്യോ എന്താ കാട്ടു? ഇത് വൃത്തിയാക്കേണ്ട കുറച്ചൊന്നും. ഞാൻ റൂം എടുത്ത് വൃത്തിയാക്കാൻ പറ്റുമോ? വൃത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഗൈസ് വൃത്തിയാക്കാൻ പറ്റുമോ? വൃത്തിയാക്കാൻ പറ്റൂട്ടാ. ടൈം ഇതെന്തത് കൂട്ടിട്ടാ. ഗൈസ് ജസ്റ്റ് മിസ്. എന്താ സാധനം? വുഡൻ ഹാൻഡിൽ. ഹാൻഡിൽ അവിടെ ഉപയോഗിക്കാൻ മനസ്സിലായി. ആ സാധനം കണ്ട അവിടെ കോടാ എല്ലാം എടുക്കാനാണ്. എന്തോ പ്രശ്നമുണ്ട്. ഫ്രിഡ്ജിൽ സോസേജ് ഉണ്ട്. അയ്യോ ആളെന്താ കാട്ടുക? അത് ആള് പിടിക്കാൻ പറ്റും. റീസ്റ്റാർട്ട് ചെയ്യണോ? എൻ്റെ പുതിയ അഡ്വാൻഡ് ആള് ആളെ കഥ കഴിഞ്ഞിട്ടുണ്ടോ? ആളെ കഥ ഇനി നമുക്ക് ഈ ഗെയിം ഉണ്ടോ? സ്കൂൾ ബോയ് റണ്ണവേ എന്ന് പറഞ്ഞ ഗെയിം നമുക്ക് കളിക്കണം കേട്ടോ ഗൈസ്. ഞാൻ കയറ്റുണ്ട്, കളിക്കാം നമുക്ക്. അത് ഇവരുണ്ടാക്കിയ ഗെയിം തന്നെ ആയതുകൊണ്ട്. മെറ്റൽ എന്ന് പറഞ്ഞ ഗെയിം കളിച്ചവരെ ഉണ്ടാക്കിയ ഗെയിം എടുക്കാൻ പറ്റും. എന്താണ് അതൊക്കെ എടുക്കാൻ പറ്റും? അതെടുക്കാൻ പറ്റുമോ? തേങ്ങ കുറച്ച് പിക്കാസ് ഉണ്ടാക്കട്ടെ. ഇതെന്താ കണ്ടിന്യൂ ഉണ്ട്? പിക്കാസ് ഇട്ട് ഉണ്ടാക്കാനാവും. തന്നെ എന്തെങ്കിലും പൊളിക്കാണ്ടാവും. ഇനി പിക്കാസ് ഇട്ട് ആ ഡോർ വിളിക്കാനാവും. എന്തെങ്കിലുമൊക്കെ ആവും ചിലപ്പോൾ. അതൊക്കെ ഈ ലോക്ക് ഇട്ട് തുറക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഈ റൂമിൽ ഉണ്ടോ നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഫാസ്റ്റ് എന്തോ തേങ്ങ കിട്ടും. വേറൊന്നും അങ്ങനെ കിട്ടിയില്ല വയസ്സ്. അവിടെ എത്ര അവന് ഒന്നും ചെയ്യൂല. ഒരു പൊട്ടനാണ്. ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ്. ഇതെങ്ങനെ എസ്കേപ്പ് വേണ്ടി? ഏത് കൂടി ഇപ്പം എസ്കേപ്പ് ചെയ്യുക? അതൊക്കെ അറിയണ്ടേ. ഇപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യും. അതെന്തൊക്കെ എങ്ങോട്ടൊക്കെ പോയി? ഈ കോടറ്റോ തല ഇത് ചെയ്താൽ പോരാ നമുക്ക്. എന്ത് പേടിച്ചിരിക്കാൻ വേണ്ടി കോളേജ് ഞാൻ വെട്ടാൻ പോവാണ്. ഒറ്റ വെട്ട് നമ്മുടെ കഴുത്തറക്കണം. അവൻ്റെ കൊല്ലണം മിഷനൊക്കെ വരണല്ലേ. എന്നൊക്കെ ഓനോടുള്ള ദേഷ്യം തീർക്കാണ്. ഒരു പകണ്ട് അവനോടുക്ക്. നായിനെ വെട്ടിക്കൊല്ലാൻ വേണ്ട തോന്നിക്ക് വേണ്ട. ഈ സാധനം ചിലപ്പോൾ മറ്റെവിടെ വെക്കേണ്ടത് തോന്നും. ഇവിടെ കണ്ടതാണെന്ന് അറിഞ്ഞിട്ട് എന്താ ഇതിനാണ് ഇപ്പം ഞാൻ ഇതാക്കിയത്.
ഇതിനാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ വെറും ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാവും ക്വസ്റ്റ്യൻ മാർക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് അല്ല കാണുന്നത്. ഫിഷർമാനാണ് എന്തൊക്കെയും ഒരു കോഡായത്. ഇത് ഞങ്ങൾക്ക് ചോദിച്ചിട്ട് അതിനാവില്ല ഇത് കൊടുക്കുന്നുണ്ടാവും. പിന്നെന്താണ് 3 ആയിട്ടോ ഫിഷർമാനാണ് എന്തെങ്കിലും കൊടുത്തുക്കണ. ഇത് സ്റ്റാർ, ഇത് തീ, ഇത് ഐ, ഇത് 3 അത് കൊടുക്കണം. എന്തെങ്കിലും കൊടുക്കണം. ഫിഷർമാൻ എന്നൊക്കെ എഴുതിക്കണം. സാഡ് ഐസ് ഓഫ് ദ ഫിഷർമാൻ ആണ് കൊടുത്തത്. നമുക്കറിയില്ല. എന്തെങ്കിലും നമുക്ക് ഒന്ന് ആക്കി നോക്കാം. ഇത് 2 ആക്കി, ഇത് 3 ആക്കിയാലോ അല്ല, ഇതാക്കിയാലോ അല്ല, ഇതാക്കിയാലോ, ഇത് മാത്രം ആക്കിയാലോ അല്ല, ഇതാക്കിയാലോ, ഇത് ശ്രീധര സ്റ്റാറില്ല, 3 ആക്കിയാലോ ആണ്. ഇതാക്കിയാലാണ് കോക്ക് സ്ക്രൂ ഒക്കെ പഴയ മരുന്നൊക്കെ. ഇനി കോക്ക് സ്ക്രൂ എവിടെ? സ്ക്രൂ ഉപയോഗിക്കേണ്ടത്. ബാരൽ ഓഫ് വാട്ടർ. എടുക്കാൻ പറ്റുമോ? കോർക്ക് ഇതിനാവൂലേ? കോർക്ക് സ്ക്രൂ ഇതിനാണ് ഗൈസ്. എന്താ മെറ്റൽ ഹാൻഡിൽ. ഇത് കണ്ടിട്ട് മറ്റേ ആ കിണറിൽ ഇങ്ങനെ വലിക്കൂലേ മറ്റേ സാധനം, അതിൻ്റെ മരുന്നുണ്ടല്ലേ. ഞാൻ അവിടെ ആ കിണറിൽ അതാക്കാനാവോ? ഇതിനൊന്നല്ലോ കയറല്ലോ. ലൂപ്പ് ഇപ്പം എന്തിനാ? ഇവിടെ ഒരു വെള്ള പുക വരണ്ട റൂമിൽ. ഇത് അത്ഭുതം നടക്കണ കാര്യമുണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് കോടാലി പോയിട്ടില്ലല്ലോ. അപ്പോൾ ഈ കോടാലി വേറെ എവിടെയും കൂടി ഉപയോഗിക്കണം നമുക്ക് കേട്ടോ. അതാണ് ഈ കോടാലി പോവാത്തത്. അറിയില്ല വയസ്സ് നമ്മളിപ്പോൾ എന്ത് കോടാലി ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുക. എൻ്റെ കൂട് വിളിക്കാൻ പറ്റുമോ? വേണ്ടത്തെ വിളിക്കണ്ട. സോ ഗായ്സ്, ഞാൻ പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്തു ഈ കോടാലി എവിടെ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ മുകളിലാണ് കോടാലി ഉപയോഗിക്കേണ്ടത്. കോടാലി ഇവിടെ ഒരു കലം കണ്ട, ഈ കലം പൊടിക്കണം. ഈ കലം തിളങ്ങണുണ്ടോ? സൗണ്ട് ഉണ്ടായില്ലല്ലോ. ആ വീഡിയോ ചെയ്തപ്പോൾ ആളിൽ സൗണ്ട് ഉണ്ടായില്ല. നമ്മളൊരു ഭാഗ്യത്തിൽ സൗണ്ട് ഉണ്ടായില്ല ഗായ്സ്. നമ്മളെ ഭാഗ്യം സൗണ്ട് ഉണ്ടായില്ല. ഇനി ഈ മാഗ്നറ്റ് കിട്ടി നമുക്ക്. ഈ മാഗ്നറ്റ് ആദ്യമേ ഉപയോഗിക്കണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വീഡിയോ കണ്ടത്. ഞാൻ ആ വീഡിയോ വരുമ്പോൾ ഫുള്ളായിട്ട് കണ്ട്. തിരിക്ക് അയ്യോ ഞാൻ തിരിയണ്. എന്താ കീ? വെറും കീന്ന് പറയാ മതി. നമ്മളെവിടെ കീ ഉപയോഗിക്കാനുള്ളത്? നമ്മളെവിടും കീ ഉപയോഗിക്കാനുള്ള കളിയല്ല. മുകളിലൊക്കെ എന്തെങ്കിലും ലോക്കായിട്ടുണ്ട്. അതിൻ്റെ കീയാണ്. നമ്മളെവിടെ കീ ഉപയോഗിക്കാനുള്ളത്? നമ്മളെവിടെ കീ ഉപയോഗിക്കാൻ ഇനി സ്ഥലം ഇല്ലല്ലോ. നമ്മൾ എവിടെ ഉണ്ടാവുക ഇനി കീ ഉപയോഗിക്കാമല്ലോ. സോ ഗായ്സ്, നമ്മൾ പിന്നെ നെറ്റിൽ തന്നെ സെർച്ച് ചെയ്തു. ഇവിടെ ഉപയോഗിക്കാനുള്ള കീയാണ്. ഇവിടെ റോപ്പ് കേട്ടു. ഇനി റോപ്പ് കാട്ടുണ്ട്. ഇനി അവിടെ വലിയൊരു പസിലല്ല, ഒരു വലിയൊരു പണി വരുന്നുണ്ട് നമുക്ക്. എന്താ അറിയോ? ഇതൊക്കെ ഇതിലേക്ക് തുറന്നിടുക. നമ്മൾ ഈ നായിൻ്റെ ഒരു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്തിരിക്കണം. ഇനിയാണ് ഗൈസ് ഒരു പണി. ചിലപ്പോൾ നമ്മൾ പെടാൻ സാധ്യതയുണ്ട്. ഈ പണി ചിലപ്പോൾ നമ്മൾ പെടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ആള് അതിൻ്റെ മുകളിൽ കണ്ട് നടന്നു അതിൻ്റെ മുകൾക്ക് നടന്നു ആള് നമ്മൾ കാട്ടില് ചെയ്യുമ്പോൾ ചെയ്തിട്ട് ഈ റോപ്പ് കണ്ടോ ഇവിടെ കെട്ടിയേക്കാം ഇത് പതുക്കെ നമ്മൾ അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ് ഓക്കെ ബൈ.